നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്ന മുനാഫിക്കുകൾ ചെയ്ത ഗുരുതരമായ കുറ്റകൃത്യത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തൗബയിലൊക്കെ പറയുന്നുണ്ട്. എന്താണ് അവർ ചെയ്തിരുന്നത്? ഒന്നുമില്ല. അവർ ചെയ്തിരുന്നത് തമാശക്കായിട്ട്, യുദ്ധവേളയുടെ സമയത്ത് തമാശക്കായിട്ട് എന്ത് ചെയ്തു, സഹാബികളിൽ ചിലരെ അവർ ആക്ഷേപിച്ചു പറഞ്ഞു. എന്താണ് അവർ ആക്ഷേപിച്ചു പറഞ്ഞത്? അവർ പറഞ്ഞു, ഈ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെയുള്ള ഈ ആളുകളുണ്ടല്ലോ, അത് ദീനിൻ്റെ ആളുകൾ എപ്പോഴും പരിഹസിക്കുന്ന ആളില്ലേ, അതിൻ്റെ ആദിമ തലമുറക്കാരായിരുന്നു അവർ. ഈ ആളുകളുണ്ടല്ലോ, ഈ ദീൻ അനുസരിച്ചൊക്കെ ഖുറാകളായ ദീൻ പഠിക്കുന്ന പണ്ഡിതന്മാരായിട്ട് ഈ നടക്കുന്ന ആളുകളുണ്ടല്ലോ, ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും തീറ്റ, അതാണ് ഇവരുടെ വിഷയം. ഇവർ ഈ തീറ്റയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്, റസൂലുള്ളാഹിന്റെ കൂടെ കൂടിയുള്ള തീറ്റയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇവർ വായെടുത്ത കളവേ പറയുള്ളൂ. ശത്രുക്കളെ കണ്ടാൽ ഭീരുക്കളാണ്, പേടി തൊണ്ടന്മാരാണ് ഇവർ എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കുകയുണ്ടായി. ഒരാളിത് പറഞ്ഞു. ഇപ്പൊ കൂടെ ഉണ്ടായിരുന്ന സഹാബികൾ പറഞ്ഞു, കെദബ്ത, നീ കളവാണ് പറഞ്ഞത്, വലാകിൻ അൻത മുനാഫിഖ്, നീ കപട വിശ്വാസിയാണ്. അതല്ലാതെ ഒരിക്കലും പറയില്ല. കാരണം ഇതെല്ലാം വാസ്തവ വിരുദ്ധമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന സഹാബികൾ ആരും ദുനിയാവിന് വേണ്ടി കൂടിയ ആളുകളല്ല, മറിച്ച് അവർക്ക് ദുനിയാവ് നഷ്ടപ്പെടുത്തിയിട്ട് ദീനിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആളുകളാണ്. അതുപോലെ തന്നെ അവർ ഭീരുക്കളായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം യുദ്ധം ചെയ്യാൻ വേണ്ടി സ്വശരീരം അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിച്ച ആളുകളായിരുന്നു. അവർ സത്യമേ പറഞ്ഞിട്ടുള്ളൂ. സഹാബികളിൽ ഒരാളും ഒരു കളവ് പറഞ്ഞതുപോലും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് സഹാബികൾ അവർ പറഞ്ഞു കഴിഞ്ഞാൽ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞാൽ, പിന്നീട് ആ സഹാബിയെക്കുറിച്ച് നമുക്ക് എന്ത് നോക്കേണ്ടതില്ല, അവൻ്റെ അദാലത്ത്, അവൻ സത്യസന്ധനാണോ എന്ന് നോക്കേണ്ടതില്ല. കാരണം സഹാബികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പുകഴ്ത്തിയിരിക്കുന്നു, അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവർ ഒരു കളവ് പോലും പറഞ്ഞതായി നമുക്കറിവില്ല. അപ്പം അങ്ങനെയുള്ള സഹാബികളെ, ദീനനുസരിച്ച് മുന്നോട്ട് പോകുന്നവരെ ഇങ്ങനെ നേർവിരുദ്ധം പറഞ്ഞിട്ട് കളിയാക്കി പരിഹസിച്ചു. ഉടനെ തന്നെ ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വിവരം പറയുന്നതിന് വേണ്ടി പോകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തുമ്പോഴേക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? ആയത്തിറക്കിയിട്ടുണ്ട്. അള്ളാഹു തആല ആയത്തിറക്കിയിട്ടുണ്ട്. ഈ സംഭവം ആയത്തിറക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിയ ആളുകൾ അള്ളാഹുവിനെയും റസൂലിനെയും പരിഹസിച്ചുകൊണ്ട്, ദീനിനെ പരിഹസിച്ചുകൊണ്ട് പുറത്തേക്ക് പോയിരിക്കുന്നു, ദീനിൽ നിന്നും പുറത്തേക്ക് പോയിരിക്കുന്നു എന്നുള്ള ആയത്ത് അള്ളാഹു തആല ഇറക്കിയിരിക്കുകയാണ്. അപ്പോഴേക്കും ഈ ആളുകൾ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ട്, നമ്മളങ്ങനെ യാത്രയുടെ ക്ഷീണമൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളങ്ങനെ വെറുതെ പറഞ്ഞതാണ്, ഞങ്ങളങ്ങനെ മനസ്സിൽ കൊണ്ടിട്ടൊന്നുമില്ല, അങ്ങനെ പറഞ്ഞതാണ്, തമാശക്ക് പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി അള്ളാഹുവിൻ്റെ ആയത്തുറങ്ങി, അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി കുൻതും തസ്തഹ്സിഊൻ, നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ ദൃഷ്ടാന്തങ്ങളെയും അവൻ്റെ റസൂലിനെയുമാണോ പരിഹസിക്കുന്നത്? ലാ തഅ്തദിറു ഖദ് കഫർതും ബഅദ ഈമാനിക്കും, എന്നൊരു ഉദറൊന്നും പറയണ്ട, ഒഴികഴിവൊന്നും ഇനി പറയാൻ നിൽക്കേണ്ടതില്ല, നിങ്ങളുടെ ഈമാനിന് ശേഷം ഇപ്പോൾ നിങ്ങൾ കാഫിറായിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോൾ ദീനിനെ പരിഹസിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. പലർക്കും അതൊരു നിസ്സാരമായി തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഈ പരിഹാസത്തിന് ശേഷം പ്രത്യേകിച്ച് മാറ്റമൊന്നും കാണുന്നില്ലല്ലോ, ഇവരെ മുഖത്ത് രണ്ട് കൊമ്പൊന്നും മുളക്കൂലല്ലോ കുഫറിൻ്റെ. ഇപ്പം ഇവൻ്റെ ഈമാൻ നഷ്ടപ്പെട്ട് കാഫിറായോ ഇല്ലേ എന്നുള്ളത് ഇവനെ അറിയുന്നില്ല. ദീനിൽ തന്നെ പുറത്തു പോയിട്ടുണ്ടാവും ഇത്തരത്തിലുള്ള ആളുകൾ, പക്ഷെ അവർക്ക് അറിയുന്നില്ലല്ലോ. അവർ നിസ്സാരമായിട്ട് എല്ലാവരും പരിഹസിക്കുക, താടി വെച്ചവനെ കണ്ടാൽ പരിഹസിക്കുക, ഹിജാബ് ഇട്ടവളെ കണ്ടാൽ പരിഹസിക്കുക, ദീന് പാലിക്കുന്ന ആളുകളൊക്കെ പരിഹസിക്കുക. അവിടെയും തീരുന്നില്ല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വരെ പരിഹസിക്കാൻ യാതൊരു മടിയില്ല. അവിടുത്തെ ജീവിതത്തെക്കുറിച്ച് ഒരാവർത്തി പോലും പഠിക്കാതെ മനസ്സിലാക്കാതെ ഏതോ മുൻഗാമിയായ അവൻ്റെ കാഫിറായ ഏതെങ്കിലും ഒരുത്തൻ എഴുതി വെച്ച എന്തെങ്കിലുമൊക്കെ വായിച്ചിട്ട് റസൂൽ എങ്ങനെയാണ്, അവിടുത്തെ ജീവിതം അങ്ങനെയാണ്, ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും അതിനെക്കുറിച്ച് പഠിച്ചോ മനസ്സിലാക്കാതെയോ പരിഹസിക്കുന്ന ആളുകൾ, ദീനെ പരിഹസിക്കുന്ന ആളുകൾ, നമുക്ക് ഇസ്ലാമിൻ്റെ മുസ്ലിമീങ്ങളുടെ പേരിൽ അത്തരത്തിലുള്ള ആളുകൾ കാണുമ്പോൾ സഹോദരങ്ങളെ വളരെ ഗൗരവമുള്ള ഖേദകരമായ കാര്യം